വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിത് പറയുന്നതിന് മുമ്പേ ചിരി വരികയാണ്. എന്നറിയാം, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നത് എനിക്കറിയാം. ഞാൻ ഈ പറയാൻ പോകുന്നത് മഞ്ജു വാര്യരുടെ കുതിരസവാരിയെ കുറിച്ചാണ്. അതിലൊരു രഹസ്യമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കുതിരസവാരി പഠിക്കാൻ വന്നത് ആലുവ മണപ്പുറത്താണ്. ആലുവ മണപ്പുറത്ത് ചേർന്നാണ് ദിലീപിന്റെ വീട്. ദിലീപിന്റെ വീട് എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ മഞ്ജു വാര്യരും ദിലീപിന്റെ മകള് മീനാക്ഷിയും താമസിക്കുന്ന വീട് അതിനോട് ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ മകളെ കാണാനും ദിലീപിനെ കാണാനും വേണ്ടിയുള്ള സൗകര്യത്തിനാണ് അതിനോട് ചേർന്ന ആലുവ മണപ്പുറത്ത് കുതിരസവാരി പഠിക്കാൻ മഞ്ജു വാര്യർ വന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കും. നിങ്ങൾ തിരിച്ചു ചോദിക്കും, നിങ്ങളല്ലേ ഈ കുരിഷ്ടൊക്കെ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുണ്ടാക്കുന്നത് നിങ്ങളല്ലേ എന്നുള്ളത്. എന്നാ പിടിച്ചോ ഒരു കാര്യം, കേട്ടതാണ്, ഇത് സത്യമാവും, നിങ്ങൾ നിഷേധിക്കണമെങ്കിൽ നിഷേധിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു കാര്യം പറയാൻ പോകുന്നത്. ഇത്രയും നാളും പറഞ്ഞ പോലെയല്ല. ദിലീപും മഞ്ജു വാര്യരും മീനാക്ഷിയും ഒരുമിച്ച് താമസിക്കാൻ പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഹോട്ട് ന്യൂസ്. ഇത് ചിരിക്കുന്നോ ദേഷ്യം വരുന്നോ, അത് എന്നെ നോക്കി കണ്ണിറുക്കുന്നോ കണ്ണുരുട്ടുന്നോ? സത്യമാണ് ഞാൻ കേട്ടത്. എന്താ കാരണം എന്നറിയാമോ? വേറെ ഒന്നുകൊണ്ടല്ല. ഇപ്പൊ മഞ്ജു വാര്യരെ സംബന്ധിച്ച് പണത്തിന് കുറവില്ല, ജീവിത സൗകര്യത്തിന് കുറവില്ല. ദിലീപിനെ സംബന്ധിച്ചും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കുറവില്ല. പക്ഷേ അവർക്ക് ഇപ്പോ ഒരുമിക്കേണ്ട ആവശ്യം, ഒരുമിച്ച് താമസിച്ചില്ലെങ്കിലും ഒരുമിച്ച് താമസിച്ചു യോജിച്ചു പോകുന്നു പറയേണ്ടത് ഡോക്ടറായ മകളുടെ മീനാക്ഷിയുടെ കല്യാണം വരെയെങ്കിലും അങ്ങനെ വേണമെന്നുള്ളതാണ്. അതിന് അവർക്ക് പ്രചോദനം നൽകിയത് ഈ അടുത്ത കാലത്ത് പ്രിയദർശൻ ലിസിയുടെയും ജീവിതം തന്നെയാണ്. അതാണ് പറഞ്ഞു വരുന്നത്. പ്രിയനും ലിസിയും കാരണങ്ങളില്ലാതെയാണ് പിരിഞ്ഞിട്ടുള്ളത്. എനിക്ക് അറിയാവുന്ന രണ്ട് സുഹൃത്തുക്കളാണ് അവർ രണ്ടു മക്കളും വളരെ പ്രശസ്തയാണ്. സിനിമയില് മകളാണെങ്കിൽ വളരെ സൂപ്പർ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ് അവിടെ. അപ്പൊ മക്കള് ഉള്ളപ്പോൾ തന്നെ ഇവര് പരസ്പരം കുറ്റപ്പെടുത്താതെയാണ് മാറി താമസിച്ചത്. അങ്ങനെ മാറി താമസിക്കുമ്പോഴും പ്രിയദർശന്റെ സ്വത്തിൽ ഒക്കെ അവകാശം ലിസിക്കുണ്ടായിരുന്നു. എന്നെങ്കിലും ഇവർ യോജിക്കുമെന്ന് തന്നെയാണ് ഞാൻ മുമ്പും പറഞ്ഞിരുന്നത്. കാരണം ഇവരെ രണ്ടുപേരെയും എനിക്കറിയാം. കള്ളത്തരങ്ങളില്ലാത്ത രണ്ടുപേരാണ് അവർക്ക് രണ്ടുപേർക്കും അത്രയും ഇഷ്ടമായിരുന്നു. ഈ അടുത്ത കാലത്ത് എന്താ, അവർ രണ്ടുപേരെയും യോജിച്ചു. എന്താ കാരണം പറഞ്ഞത്? മക്കൾക്ക് വേണ്ടിയാണ്, മക്കൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ യോജിച്ചത് എന്നുള്ളത്. ഉള്ളിൽ വൈരാഗ്യമുണ്ടെങ്കിൽ, ശത്രുത ഉണ്ടെങ്കിൽ മക്കളല്ല ആര് പറഞ്ഞാലും യോജിക്കില്ല. അങ്ങനെ സന്തോഷത്തോടെ അവരിപ്പോ ഒരുമിച്ച് ഭാര്യയും ഭർത്താവുമായി താമസിക്കുന്നു. ഈ പ്രചോദനം ഇതാണ് ഇപ്പൊ ദിലീപിനെയും മഞ്ജു വാര്യയും ഒരുമിച്ച് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിൽ എന്ന് പറയുമ്പോൾ പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്ന് ചോദിച്ച പോലെ ഈ കാര്യം ആര് അവതരിപ്പിക്കും? ദിലീപ് മഞ്ജുവിനോട് പറയുമ്പോൾ, മഞ്ജു നമുക്ക് ഒരുമിച്ച് താമസിക്കാം, പഴയതെല്ലാം മറക്കാമെന്ന്. അല്ലെങ്കിൽ മഞ്ജു ചെന്ന് ദിലീപേട്ട നമുക്ക് പഴയതെല്ലാം മറന്ന് മകൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കാന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും ഈഗോ അനുസരിച്ച് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. അപ്പൊ പിന്നെ ആര്? പ്രിയദർശനും ലിസിയും പറഞ്ഞതുപോലെ മക്കൾക്ക് വേണ്ടി ജീവിക്കാം, മക്കൾ പറഞ്ഞത് കൊണ്ട് ജീവിക്കാം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഡോക്ടർ മീനാക്ഷി തന്നെ മുൻകൈ എടുക്കേണ്ടി വരില്ലേ? ഡോക്ടർ മീനാക്ഷി പറയാണ്, അച്ഛാ അമ്മ നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണം. ഇത്രയും കാലം നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം ഒരുമിച്ച് അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി എത്ര നാളുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച് പോകും, നിങ്ങളെങ്കിലും ഒരുമിച്ച് വേണം. അങ്ങനെ മീനാക്ഷി പറയുകയാണെങ്കിൽ ഇവരുടെ മനസ്സിന് എന്തെങ്കിലും ചാഞ്ചല്ല. എന്താ പറയാ, മനസ്സിനെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈഗോ കൂടി രണ്ടുപേരും നിൽക്കുകയാണ്. ആർക്കും ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഒരു കാരണം, രണ്ടുപേരും യോജിക്കാൻ ഒരു ലിങ്ക്, തന്റെ മകളുടെ മകളാണ് വന്നാൽ അവർക്ക് യോജിക്കാൻ താല്പര്യമാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ സംഭവിച്ചാലോ? അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം മഞ്ജു വാര്യരും ദിലീപും പിരിയുമ്പോഴും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കോടതി നടപടികൾ നടക്കുമ്പോൾ മാത്രമാണ് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി ചില കാര്യങ്ങളും സംശയങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ കൊച്ചു കുഞ്ഞിന്റെ മനസ്സിനെ ഏറെ മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ അമ്മയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം ഡോക്ടർ മീനാക്ഷിക്ക് മാറിക്കഴിഞ്ഞു. പറഞ്ഞു കേട്ടതൊക്കെ ശരിയായിരുന്നില്ല എന്ന് ആ കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എന്തായാലും അച്ഛനെയും അമ്മയും തനിക്ക് പ്രിയപ്പെട്ടവരാണ്. അവരോടൊപ്പം ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കണം, വിവാഹം വരെയെങ്കിലും എന്നാണ് മീനാക്ഷിയുടെ മനസ്സിലിരിപ്പ്. ആ മനസ്സിലിരിപ്പ് മഞ്ജു വാര്യരും ദിലീപും മനസ്സിലാക്കി
ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്നാണ് ആലുവായിലെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ്.